ഇത് വെക് വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ്. എൻഡ്യൂറൻസ് റേസിംഗിലെ ഏറ്റവും ഹയസ്റ്റ് ലെവലാണിത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന റേസുകളെയാണ് എൻഡ്യൂറൻസ് റേസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വെക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന BMW കൂടെ ഈ കോർവറ്റ് എന്തിനാ റേസ് ചെയ്യണമെന്ന് ചിന്തിച്ചേണ്ടോ? ഇതിന് കാരണം വെക്കിൽ 3 ടൈപ്പ് കാറുകളാണുള്ളത്. ആ 3 ടൈപ്പ് കാറുകളും ഒരുമിച്ചാണ് റേസ് ചെയ്യണത്. ഈ വീഡിയോയിൽ ഈ 3 ടൈപ്പ് കാറുകൾ എന്താണെന്നാണ് പറയുന്നത്. ആദ്യത്തെ കാറ്റഗറി LMGT3, ഫുൾ ഫോം ലെമാൻസ് ഗ്രാൻഡ് ടൂറിംഗ് 3. ഈ കാറ്റഗറിയിലുള്ള കാറുകൾ റോഡിൽ ഓടിക്കണ സ്പോർട്സ് കാർ റേസിങ്ങിന് വേണ്ടി മോഡിഫൈ ചെയ്ത് അതുപയോഗിച്ച് റേസ് ചെയ്യണതാണ്. ഈ കാറ്റഗറിയിലുള്ള കാറുകൾക്ക് റോഡ് വേർഷൻ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് വെക്കിലെ സ്ലോവസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി LMP2, ഫുൾ ഫോം ലെമാൻസ് പ്രോട്ടോടൈപ്പ് 2. ഈ കാറ്റഗറിയിലുള്ള വണ്ടികൾ റേസിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാറുകൾക്ക് ഹൈ ഡൗൺ ഫോഴ്സും പിന്നെ ഭാരവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കാറുകൾക്ക് LMGT3നേക്കാളും സ്പീഡ് കൂടുതലാണ്. ഈ കാറ്റഗറിയിലുള്ള എല്ലാ കാറും ഒരേ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഗിബ്സന്റെ 4.2 ലിറ്റർ V8 എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടീമുകൾക്ക് ഈ കാണുന്ന 4 ചാസി മാനുഫാക്ചറുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ചാസി ഡിസൈൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. LMP2 F1ലെ F2 പോലെയാണ്. LMP2ൽ നന്നായിട്ട് പെർഫോം ചെയ്താലാണ് ഹയസ്റ്റ് ക്ലാസ്സിലെത്താൻ പറ്റുള്ളൂ. LMP2 വെക്കിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ക്ലാസ്സാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈപ്പർ കാർ. ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറ്റഗറി. ഹൈപ്പർ കാറിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, LMH-ഉം LMDH-ഉം. ആദ്യം LMH എന്താണെന്ന് നോക്കാം. LMH ഫുൾ ഫോം ലെമാൻസ് ഹൈപ്പർ കാർ. ഈ കാറ്റഗറിയിലുള്ള ടീമുകൾക്ക് കാറും എഞ്ചിനും സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട്. ഈ കാറ്റഗറിയിലുള്ള കാറുകൾക്ക് റിയർ വീൽ ഡ്രൈവോ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവോ ഉപയോഗിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, എത്ര കാശ് വേണമെങ്കിലും വണ്ടി ഡെവലപ്പ് ചെയ്യാൻ ചിലവാക്കാൻ പറ്റും. രണ്ടാമത്തത് LMDH, ഫുൾ ഫോം ലെമാൻസ് ഡേറ്റോണ ഹൈബ്രിഡ്. അധികം കാശില്ലാത്ത ടീമുകൾക്ക് വേണ്ടിയാണ് ഈ ടൈപ്പ്. ഇതിൽ ടീമുകൾക്ക് സ്വന്തമായി എഞ്ചിൻ ഉണ്ടാക്കാം. പക്ഷേ കാറുകളുടെ ഡിസൈൻ ഈ കാണുന്ന 4 ചാസി മാനുഫാക്ചറുകളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. ഈ ടൈപ്പിൽ റിയർ വീൽ ഡ്രൈവ് വണ്ടികൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ 2 ടൈപ്പും ഹൈപ്പർ കാർ കാറ്റഗറിയിലാണ് റേസ് ചെയ്യുന്നത്. ഹൈപ്പർ കാർസിന് ഹൈ ഡൗൺ ഫോഴ്സും പിന്നെ 700 ഹോഴ്സ് പവർ വരെ ഉണ്ടാക്കും. ഇതുകൊണ്ട് വെക്കിലെ ഫാസ്റ്റസ്റ്റ് കാറ്റഗറിയാണ് ഹൈപ്പർ കാർ. പിന്നെ LMH-ഉം LMDH-ഉം തമ്മിൽ വലിയ പെർഫോമൻസ് ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അതാണ് BOP, ബാലൻസ് ഓഫ് പെർഫോമൻസ്. അതായത് അവരുടെ വണ്ടികളുടെ പെർഫോമൻസ് ഏകദേശം ഒരേപോലെ ആക്കുന്ന പരിപാടിയാണ് ഇത്. ഈ വീഡിയോയിൽ വെക്കിലെ 3 കാറ്റഗറിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.